മൂന്നാമതായി കടന്നു വന്നത് സൂറന്ന കാഹളത്തിലൂതുന്ന മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് യാ റസൂലല്ലാഹ് മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ അന അസ്ജുദു ലില്ലാഹി തആല മാ റഫഉ റസി ഹത്താ യഗ്ഫിറല്ലാഹു ലഹു. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നത് വരെ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് തല ഉയർത്തുകയില്ല. ഒരു മനുഷ്യന് വേണ്ടി ഒരു മലക്ക് സുജൂദ് ചെയ്താൽ അല്ലാഹു തട്ടിക്കളയോ? നാമെല്ലാം നിസ്കരിക്കുന്നവരാണ്, ഉറപ്പില്ല. സകാത്ത് ചെയ്യുന്നവരാണ്, ഉറപ്പില്ല. ഖുർആൻ ഓതുന്നവരാണ്, സ്വീകരിക്കുമോ എന്ന് ഉറപ്പില്ല. സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വലാത്താണെന്ന് എല്ലാ പണ്ഡിതന്മാരും മൈക്ക് കണ്ടേനെ പറഞ്ഞ കാര്യമാ. അതുകൊണ്ട് ആർക്കും നിരാശ വേണ്ട. ഖബറിലെ റസൂലുള്ള വരും, മഹ്ശറയിലെ റസൂലുള്ള വരും. അല്ലാഹു നമ്മൾ ആ റസൂലിനെ കൊണ്ട് നമ്മളെ സഹായിക്കപ്പെടും. നാലാമതായി മലക്ക് കടന്നു വരികയാണ്. മുഖറമുൽ അംലാഖ് മലക്ക് ജിബ്രീൽ കടന്നു വന്ന് പറഞ്ഞിട്ട് പറയുകയാണ് യാ റസൂലല്ലാഹ് من صلى عليك في كل يوم 10 مرات أنا آخذ بيده ويمر على الصراط. അല്ലാഹുവിന്റെ പ്രവാചകനോട് എല്ലാ അമ്പിയാക്കന്മാർക്കും വഹി നൽകിയതായ ജിബ്രീൽ പറയുകയാണ്, മലക്കുകളുടെ ഹെഡായ ജിബ്രീൽ പറയുകയാണ് യാ റസൂലല്ലാഹ് നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്നെങ്കിൽ നരകത്തിന്റെ മുകളിലേക്ക് ഒരു മുടിയേക്കാൾ നേരിയതും വാളിന്റെ തലയേക്കാളും മൂർച്ചയുള്ളതും കറുകറുത്തതായ ഒരു പാലമുണ്ടല്ലോ നബിയേ. ആ പാലം അവൻ കടക്കുമ്പോൾ അനാഹിറും ബിയദിഹി വയമിറു അല സിറാത്ത്. ആ പാലത്തിലൊന്നും മുറിച്ചു കിടക്കാൻ നമ്മളെ കൊണ്ട് പറ്റോ? നമ്മൾ നിസ്കാരം കൊണ്ട് പറ്റോ? ഇല്ല. എന്നാൽ പറ്റുന്ന അമല് സ്വലാത്താണ്. അത് ജിബ്രീൽ സാക്ഷ്യം വഹിച്ചതാ. ആ ജിബ്രീൽ പറയും അവൻ നാളെ പാലം കിടക്കുമ്പോൾ അവന്റെ കൈനാം പിടിക്കുന്നതാണ്. അപ്പോൾ അവൻ ആ പാലം സുഖമായിട്ട് കിടക്കുന്നതാണ്. അല്ലാഹു അത്തരത്തെ മുഅ്മിനീങ്ങളെ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. സ്വലാത്ത് ചെല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. കാരണം സ്വലാത്തിന് അത്ര മഹത്വമുണ്ട്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏത് രോഗത്തിനും മരിച്ചാള് തെറ്റ് ചെയ്തിട്ട് മരിച്ച ആള് മഹാനായ ഹസൻ ബസ്രിയുടെ കാലഘട്ടത്തിൽ റളിയല്ലാഹു അൻഹു, ആ കാലഘട്ടത്തിൽ ഒരു ചരിത്രമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഹജ്ജിങ്ങനെ കഅബ തവാഫ് ചെയ്യും. അദ്ദേഹത്തിന്റെ വായിൽ തൽബിയത്തൊന്നുമല്ല, എപ്പോഴും ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും സ്വലാത്ത് മാത്രം. അപ്പൊ ഹസൻ ബസ്രി ചോദിച്ചു റളിയല്ലാഹു അൻഹു, എന്റെ നീ സ്വലാത്ത് മാത്രം ചെല്ലുന്ന ചോദിച്ചപ്പോ പറഞ്ഞപ്പോ ഹസൻ ബസ്രി തങ്ങളെ, ഞാൻ ഒരിക്കലും എൻ്റെ ഉപ്പയെ ഹജ്ജ് കർമ്മത്തിന് കൊണ്ടുവരുന്ന വഴിയിൽ എൻ്റെ ഉപ്പ രോഗിയായി ചുരുക്കി പറയുകയാണ്, രോഗിയായി. ആ രോഗിയായ വേളയിൽ എൻ്റെ ഉപ്പ മരിച്ചു. എന്നാൽ എൻ്റെ ഉപ്പ മരിച്ചവരുടെ ഉടനെ എൻ്റെ ഉപ്പയുടെ മുഖമാകെ പേടിപ്പിക്കുന്ന ഭീകര രൂപത്തിലായപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞു. എന്താണ് ഇത് സംഭവം? ഞാൻ കരഞ്ഞ് ബോധം കെട്ടുപോയി. അവസാനം മനാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ആ മനുഷ്യന്റെ മുഖത്ത് തടവി. ഉണർന്നു നോക്കുമ്പോൾ ആ ഉപ്പാന്റെ മുഖം തിളങ്ങുകയാണ്, ഒരു ചന്ദ്രനെ പോലെ തിളങ്ങുകയാണ്. റസൂലുള്ളാഹിനോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ ഉപ്പ വലിയ തെറ്റുകാരനാണ്, പക്ഷേ അയാൾ മുടങ്ങാതെ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്, അതിനാണ് ഞാൻ ഇവർക്ക് ആ തെറ്റ് ഞാൻ മായ്ച്ചു കൊടുത്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും സ്വലാത്ത് പതിവാക്കുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി